മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത വരുന്നത് സംസ്ഥാന ബിജെപിയിൽ സംഘടനാ പ്രതിസന്ധി എന്നതാണ്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടിയാലോചനകൾ നടത്തുന്നില്ല എന്നാണ് പരാതി. ഗ്രൂപ്പ് നേതാക്കൾ സഹകരിക്കുന്നില്ല. കോർ കമ്മിറ്റിയിൽ രാഷ്ട്രീയ ചർച്ചകളില്ല. പാർട്ടിയിൽ കിച്ചൺ ക്യാബിനറ്റ് എന്നാണ് ആക്ഷേപം. കൃഷ്ണദാസ് പക്ഷവും മുരളീധര പക്ഷവും അതൃപ്തി അറിയിച്ചു. എസ് സുരേഷും ഷോൺ ജോർജും അനൂപ് ആന്റണിയും പാർട്ടിയെ നിയന്ത്രിക്കുന്നു എന്നാണ് പരാതി. വി എസ് രഞ്ജിത്ത്, ആർ റോഷിപാൽ, ടി വി പ്രസാദ്, സായ്കുമാർ എന്നിവർ നമുക്കൊപ്പം ചേരുകയാണ്. ബി.ജെ.പി. കോർ കമ്മിറ്റിയിൽ എസ് സുരേഷ് പങ്കെടുത്തതിലാണ് നേതാക്കളുടെ വിമർശനം. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വിശ്വസ്തനാണ് എസ് സുരേഷ്. ജില്ലാ പുനഃസംഘടനകളിൽ സുരേഷ് ഇടപെട്ടതായും പരാതിയുണ്ട്. എസ് സുരേഷും പ്രതീഷ് വിശ്വനാഥും പാർട്ടിയെ കൈയടക്കുന്നു എന്ന ആരോപണവും ഉയരുകയാണ്. പ്രധാന നേതാക്കളെ മാറ്റി നിർത്തുന്നതായും പരാതി ഉയരുന്നുണ്ട്. നമുക്കാദ്യം ആർ റോഷിപാലിലേക്ക് പോകാം. ആർ റോഷിപാൽ, പ്രധാനപ്പെട്ട പരാതികൾ പലതും വരുന്നുണ്ട്. എന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് തന്നെയുള്ള മുതിർന്ന നേതാവായ എസ് സുരേഷ് രാജീവ് ചന്ദ്രശേഖറുമായി കൃത്യമായ ഒരു അടുപ്പം വെച്ചുകൊണ്ട് കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം ഏറ്റെടുക്കുന്നു. സംഘടനാ തലത്തിലെ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രവർത്തന പരിചയ കുറവ് അത് മുതലെടുക്കുകയാണോ ചില നേതാക്കൾ? സുജയ പാർവതി, നമുക്കറിയാം സംസ്ഥാന ബി.ജെ.പിയിലെ ഏറ്റവും മുതിർന്ന നേതാവായ വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരിക്കെ വിശ്വസ്തനായിട്ടായിരുന്നു എസ് സുരേഷിന്റെ രംഗപ്രവേശം. വി മുരളീധരനൊപ്പം എല്ലാ പരിപാടികളിലും സജീവമായി, തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത വളരെ സജീവമായിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുമ്പോൾ തൊട്ടു പിന്നാലെ വി മുരളീധരനെ ഉപേക്ഷിച്ച രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ചേർന്ന എസ് സുരേഷ് പിന്നീട് അങ്ങോട്ട് ആ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നെന്ന പരാതിയാണ്. രാജീവ് ചന്ദ്രശേഖറിന് സംഘടനാപരമായ പരിചയക്കുറവ് അത് എസ് സുരേഷ് അടക്കമുള്ള ചിലർ മുതലെടുക്കുന്നു എന്ന ആക്ഷേപം ഉൾപ്പെടെ ഇതിനോടകം ഉയർന്നു. മാത്രവുമല്ല, പാർട്ടിയിലേക്ക് പുതുതായി ആളുകളെ എത്തിക്കുന്നതിലടക്കം വിമർശനമുണ്ട്. കാരണം സമൂഹത്തിൽ അത്ര നിലവാരമില്ലാത്ത എന്ന പദപ്രയോഗം തന്നെയാണ് പല നേതാക്കളും നടത്തുന്നത്. ഒട്ടും നിലവാരമില്ലാത്ത മദ്യപാനികളായി പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയ, അല്ലെങ്കിൽ ക്രിമിനൽ പ്രവർത്തനം കൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയവരൊക്കെ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് ബി.ജെ.പിക്ക് അംഗത്വം നൽകി പാർട്ടിയെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുന്നതിന് തുല്യമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ എന്നടക്കമുള്ള വിമർശനങ്ങളുണ്ട്. എസ് സുരേഷാണ് ഇത്തരത്തിൽ ഏറ്റവും ഒടുവിൽ വന്ന രണ്ട് യുവനേതാക്കളെ പാർട്ടിയിലേക്ക് എത്തിക്കുന്നത് ഏകോപിപ്പിച്ചത്. അതാണ് എസ് സുരേഷിനെതിരെ ഉയർന്ന ഒരാരോപണം. മറ്റൊന്ന് ജില്ലാ പുനഃസംഘടനയാണ്. ജില്ലാ ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിൽ എല്ലാ ചട്ടങ്ങളും, പാർട്ടിയുടെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് അതിൽ ഇടപെടുന്നു. അതിൻ്റെ ഭാരവാഹികളെ നിശ്ചയിക്കുന്ന ചർച്ചകളിലടക്കം പങ്കാളിയാകുന്നു. ആരാണ് ഇതിന് അനുവാദം നൽകിയത് എന്ന ചോദ്യമടക്കം മുതിർന്ന നേതാക്കൾ ഒരു ഭാഗത്ത് ഉയർത്തുന്നുണ്ട്. പ്രധാന പരിപാടികൾ അങ്ങനെയാണെങ്കിൽ അതൊരു സംഘടനാ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം പാർട്ടിക്ക് ഉണ്ടാകേണ്ട ആ ഒരു ഊർജ്ജസ്വലതയിലേക്ക് എല്ലാ നേതാക്കളെയും ചേർത്ത് കൊണ്ടുപോകുന്നതിന് ഗ്രൂപ്പിനതീതനായ ഒരാളെ നിയോഗിച്ച കേന്ദ്ര നേതൃത്വത്തിന് തെറ്റുകയാണോ? രാജീവ് ചന്ദ്രശേഖർ സ്വന്തമായ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണോ? വി എസ്